എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രമേശൻ നായരും അമ്മച്ചായനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വരുന്ന കാണുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഞാൻ ഒന്ന് മേല് കഴുകാൻ കയറിയതായിരുന്നു താഴേക്ക്. അതുകൊണ്ട് ഇറങ്ങി വരാതിരുന്നത്. വരണം ഇരിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവരവിടെ ഇരിക്കും. അപ്പോൾ രേവതിക്കുട്ടീനോട് താഴെ കാറിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ. അവളെ അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് രമേശൻ നായരോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ രേവതിക്കുട്ടീനോട് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളായിട്ടൊന്നും പറയാനും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ഹോം നേഴ്സും ഉണ്ട്, അവൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ വെക്കാനും വിളമ്പാനൊന്നും ആരും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞാലും പുറത്തുനിന്ന് കിട്ടുമല്ലോ, പിന്നെ അത്യാവശ്യം കഞ്ഞിയും ചായയും കാപ്പിയൊക്കെ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൂ എന്ന് പറയുന്ന സമയത്ത് താഴെ ആളുകളെ കണ്ടല്ലോ എന്ന് മാമച്ചായൻ പറയുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ മകൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ടായിരുന്നു. ജയപ്രസാദിൻ്റെ ഭാര്യയാണത്. പിന്നെ അവളുടെ 2 സഹോദരന്മാരും പിന്നെ അവരുടെ കൂട്ടുകാരാരോ ആണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ രമേശൻ നായരും പറയുന്നുണ്ട് കേട്ടോ. അവിടെ കള്ളുകുടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണ് രമേശൻ നായർ പറയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് അതിലൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല, ഇതെൻ്റെ മകൻ്റെ പേരിലും എൻ്റെ മരുമകളുടെ പേരിലും കൂടിയാണ് ഈ വീട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടി താഴേക്ക് ഫ്രൂട്ട്സ് കറന്നെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ, അതെടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ജയപ്രസാദിൻ്റെ ഭാര്യയാണെങ്കിലും രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ആണെന്ന് പറയും. അപ്പോൾ നീയും ജയപ്രസാദും രമേശൻ നായരുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്കുട്ടീനോട്. അപ്പോൾ അവൾ പറയും, എനിക്കതൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് ആ സ്ത്രീ ആണെങ്കിലും രേവതിക്കുട്ടീനോട് ചോദിക്കുകയാണ്, നീയും നിൻ്റെ അച്ഛനും ജയപ്രസാദുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ എണീറ്റ് വന്നിട്ട് രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, കയ്യിലെന്താ എന്ന് ചോദിക്കും. ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് നോക്കട്ടെ, അതൊന്ന് കാണിച്ചേന്ന് പറയുമ്പോൾ, ഓ അതൊന്നും പറ്റത്തില്ല, അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടുന്ന് മുകളിലേക്ക് അങ്ങ് കയറി പോകും കേട്ടോ. പിന്നീട് ആ സ്ത്രീയും അവനും കൂടെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചീട്ടുകളിയും കള്ളുകൂടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് രേവതിക്കുട്ടി മുകളിലെത്തിയിട്ട് മാമച്ചായനോടും ഗ്രേസമ്മേനോടും പറയുന്നുണ്ട്, ഞാനിങ്ങോട്ട് ഫ്രൂട്ട്സ് എടുത്ത് വരുന്ന സമയത്ത് ആ താഴെ ഉണ്ടായിരുന്ന ആൻറ്റി എന്നെ പിടിച്ച് നിർത്തിയിട്ട് അങ്കിളും ഇവിടുത്തെ ആളും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ചു എന്ന് പറയട്ടെ. അപ്പം നീ എന്നാ പറഞ്ഞു എന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതത്രയും മതിയെന്ന് മാമച്ചായനും പറയാണ് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ടാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ, ഇതന്ന് ഇങ്ങനെ പാലായിൽ വന്ന് അന്വേഷിച്ചിട്ടുള്ള ആളല്ലേ, എന്നെ അന്വേഷിച്ച് വന്ന ആളല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ കള്ളം പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്ക് രമേശൻ നായർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് വരുന്ന സമയത്ത് ഗ്രേസമ്മ ആ ഫ്രൂട്ട്സ് രേവതിക്കുട്ടീനോട് അയാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ രമേശൻ നായരുടെ കയ്യിലേക്ക് ആ ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണെന്ന് പറയും. അപ്പോൾ മോൾ ആദ്യമായിട്ട് തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മകൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ജയപ്രസാദ് ആണെങ്കിലും അവിടെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ആണെങ്കിൽ ഗ്രേസമ്മയുടെ പിറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മറിഞ്ഞാട്ടോ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടീനെ ഇടയ്ക്ക് ഇങ്ങനെ തല ഇതാക്കിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രേവതിക്കുട്ടി ആണെങ്കിലും ഗ്രേസമ്മയുടെ ബാക്കിലേക്ക് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന് ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രേവതിക്കുട്ടീനോട് കുറച്ച് അങ്ങ് നീങ്ങി നിൽക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായൻ പറയും, ഇങ്ങോട്ട് നീങ്ങി നിൽക്കാനാ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അയാളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടീനെ കുറേ സമയം നോക്കി നിന്നിട്ടാണെങ്കിൽ ഇങ്ങനെ രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അയാളാണെങ്കിലും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനിയിപ്പോൾ തിരുത്താനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ കൈ പിടിച്ചങ്ങ് കരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ അദ്ദേഹം. അപ്പോൾ രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു, രേവതിക്കുട്ടി ആകെ ഇങ്ങനെ ഒരു പേടിച്ച പോലെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടതിൻ്റെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചായനാണെങ്കിലും റൂമിലേക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നേ. നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വിധിയായിരിക്കാം എന്നൊക്കെ ജയപ്രസാദും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് രേവതിക്കുട്ടീനെ ഒരു ഓർഫനേജിൽ നിന്നാണ് എടുത്തതെന്നൊക്കെ പറയുന്ന സമയത്ത് അതും എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം അച്ഛൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് രേവതിക്കുട്ടീനെ നോക്കിയിട്ട് അടുത്തേക്ക് വിളിക്കുന്നതും അദ്ദേഹം രേവതിക്കുട്ടിയുടെ കൈ പിടിച്ച് കരയൊക്കെ ചെയ്യുന്നത് കേട്ടോ. രേവതിക്കുട്ടിക്ക് അദ്ദേഹം കരയുന്നത് കണ്ടിട്ട് ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ആ കൈ അങ്ങ് വലിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് ഗ്രേസമ്മയ്ക്ക് മാമച്ചായനൊക്കെ ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് എന്താ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രമേശൻ നായർ മകനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ഒരു ഭാഗ്യമാണെന്ന് ഇങ്ങനെ കരുതിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ പോയിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആദ്യം അവർ രമേശൻ നായരോട് മാമച്ചായനൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളോട് ഇങ്ങനെ ഇവളെ കാണാൻ കൊണ്ടുവരാൻ പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഉപേക്ഷിച്ചതല്ലേ, അപ്പോൾ ഇത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണെന്നൊക്കെ അദ്ദേഹം അങ്ങനെ മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പിന്നീട് അവർ യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രേവതിക്കുട്ടിയാണെങ്കിലും പിന്നെയും തിരിഞ്ഞു നിന്നിട്ട് അദ്ദേഹത്തിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ലാസ്റ്റ് അദ്ദേഹത്തിന് ഒരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനും ആകെ സങ്കടമാണ്. അത് കഴിഞ്ഞ് രമേശൻ നായർ മകനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവരെ യാത്രയാക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് അവർ പോകാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ഇതുപോലെ വരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയും, ഇങ്ങനെ എറണാകുളത്ത് നിന്ന് ഇവിടെ കിളിമാനൂർ വരെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രമേശൻ നായർ പറയും, ഞങ്ങൾക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ്, ഞാനും എൻ്റെ മകനും ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, താഴെ ഒരു 5 പേരെ കണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, മകൻ്റെ ഭാര്യയാണ്, അവളാണെങ്കിൽ ഈ കോണിപ്പടി കയറിയിട്ട് മാസങ്ങളായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ മകൻ്റെയും അവളുടെയും പേരിലാണ് ഈ വീടുള്ളത്. അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ വീട് അവളുടെ പേരിലാക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെവിടെ പോകുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശൻ നായർ പറയും, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, കടമുറിയുടെ വാടക കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും അവർ യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങും. അപ്പോഴും രേവതിക്കുട്ടീനോടും ഇടയ്ക്ക് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ, ഒന്നുകൂടെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ യാത്ര അയക്കുന്നത് കേട്ടോ രമേശൻ നായർ. എൻ്റെ മകൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് പോകുന്ന സമയത്ത് രേവതിക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി മിണ്ടാത്തതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്താ അവൾക്ക് ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേസമ്മ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കാട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാനതിന് ബിരിയാണി ഒന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ വേണ്ടാത്ത പറയുന്നതെന്ന്. അപ്പോൾ ഗ്രേസമ്മ പറയും, അവളുടെ നാവ് വായിൽ തന്നെ ഉണ്ട്, ഇറങ്ങി പോയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം രേവതിക്കുട്ടി ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഗ്രേസമ്മ പറഞ്ഞത്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, എന്നോട് ഇങ്ങോട്ടേക്കാണ് പോരുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കിളവനാണോ അങ്കിളിൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം, എന്തായാലും നല്ല വയസ്സായിട്ടുള്ള ഒരാളല്ലേ അത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, നീ ഇന്ന് കണ്ട ആൾ ആരാണെന്ന് നിനക്കറിയോ, അത് നിനക്ക് ജന്മം തന്ന ആളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ അതെങ്ങനെയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആ കഥയൊന്ന് പറഞ്ഞു കൊടുത്തതെന്ന് മാമച്ചായൻ ഗ്രേസമ്മേനോട് പറയുന്ന സമയത്ത് ഗ്രേസമ്മ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു സുന്ദരി പെണ്ണിനെ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്നേഹം മൂത്ത് നീ ഉണ്ടായി. അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു. ആ ഒരു സങ്കടത്തിലാണ് പിന്നെ നിൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആ സങ്കടത്തിലാണ് നിൻ്റെ അമ്മ മരിച്ചു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ വീട്ടിലെത്തിയ ശേഷം രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റൂമിൽ വന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ അവളുടെ പിറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസമ്മേനെ അവിടെ ബെഡിലിരിക്കുന്ന സമയത്ത് ഗ്രേസമ്മ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങ് എണീക്കും കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ അവിടെ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടീൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളെ ബെഡിലിരുത്തിയിട്ട് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നിനക്ക് എന്താ പറ്റിയത്, എന്താ നിൻ്റെ പ്രശ്നം, നിനക്ക് അങ്ങോട്ട് തന്നെ പോകണമെന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങളെ വിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ, ഞങ്ങൾ തടയാനൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒന്നും അറിയണ്ടായിരുന്നു കാണണ്ടായിരുന്നു എന്നൊക്കെയാട്ടോ പറയുന്നത് രേവതിക്കുട്ടിയാണെങ്കിലും. അപ്പോൾ നിനക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ, നീ ഇതുവരെ അനാഥയായിട്ടല്ലേ കഴിഞ്ഞത്, ഇപ്പോൾ ഒരു അച്ഛനും മുത്തച്ഛനൊക്കെ ഉണ്ട്, റിലേറ്റീവ്സൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നിനക്ക് സന്തോഷമാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷം വേണ്ടായിരുന്നു, എനിക്കൊന്നും അറിയണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നത് ഗ്രേസമ്മേനോട്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, ബബിതേനെയും രോഹിതിനെയൊക്കെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവിടാൻ രാജീവൻ തീരുമാനിച്ചു. അപ്പോൾ കമലേനോട് പറയുന്നുണ്ടായിരുന്നു, ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് വൈജിയും ബാലേന്ദ്രനും കൂടെ എങ്ങനെയെങ്കിലും ഒത്തു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹരി ബബിതേനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് പോയാൽ നീ രക്ഷപ്പെട്ടു എന്നാണ് നീ കരുതുന്നത്, അങ്ങനെ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ലേടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ഇങ്ങനെ ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടമായിട്ടാവും അമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, എനിക്കിനി എൻ്റെ അമ്മയെ ഒരു തവണ പോലും കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്